സാലിഹീങ്ങളെ മഹബ്ബത്ത് വെക്കുക എന്ന ഒരു വിഷയം. സാലിഹീങ്ങളോടുള്ള മഹബ്ബത്ത് ഖൽബിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഈമാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് എന്നതാണ് പറഞ്ഞു വരുന്നത്. സാലിഹീങ്ങളെ മഹബ്ബത്ത് വെക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമതായി നോക്കൂ, നിങ്ങൾ ബദരീങ്ങളാണ് കടന്നു വരുന്നത്. ബദരീങ്ങളിലെ ഒന്നാമൻ ആരാണ്? സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ബദരീങ്ങളിലെ രണ്ടാമൻ ആരാണ്? മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. മൂന്നാമൻ ആരാണ്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഇങ്ങനെ 4 ഖലീഫമാർ, അതേ പ്രകാരം തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ളവർ, ഇങ്ങനെ തുടങ്ങിയിട്ട് റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. അല്ലാഹുവിനെ അവരും പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദരിക്കുവാനും സ്നേഹിക്കുവാനും മഹബ്ബത്ത് വെക്കുവാനും ഏറ്റവും കടപ്പെട്ടവരാണ് മഹാന്മാരാകുന്ന ബദരീങ്ങൾ എന്ന് പറയുന്നത്. ആ ബദരീങ്ങളെ മഹബ്ബത്ത് വെക്കുക എന്ന് പറയുമ്പോൾ സ്വാലിഹീങ്ങളെ മഹബ്ബത്ത് വെക്കുന്നത് ഈമാനിന്റെ അടയാളമാണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ ആ മഹബ്ബത്തിന്റെ അനുരണങ്ങളാണ് ബദർ മൗലിദ് ഓതുക എന്നുള്ളത്, അസ്മാഉൽ ബദർ ചെല്ലുക എന്നുള്ളത്, ബദരീങ്ങളുടെ നേർച്ച നടത്തുക എന്നുള്ളത്, ബദരീങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത്. ഒരു വ്യക്തിയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, മഹബ്ബത്തുണ്ടെങ്കിൽ ആ വ്യക്തിയെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മഹബ്ബത്തിന്റെ ഒരു അടയാളമാണ്. സ്നേഹമുണ്ട്, ഞങ്ങൾ ബദരീങ്ങളുടെ ആളാണ് എന്ന് നാവ് കൊണ്ട് പറയുന്നു. എന്നാൽ ആ ബദറുടെ രണഭൂമിയിൽ പങ്കെടുത്തിട്ടുള്ള 300 ചില്ലാനം വരുന്ന ബദരീങ്ങളെ നാവ് കൊണ്ട് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടില്ല. അതെന്തേ പറയാത്തത്? അത് പറഞ്ഞാൽ അത് ബിദ്അത്തല്ലേ, അത് കുഫ്റല്ലേ, അത് ശിർക്കല്ലേ, അത് നമ്മൾ പറയില്ല. എന്നാലോ ഞങ്ങൾ ബദരീങ്ങളുടെ ആളാണ് താനും. ഇതെങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ശരിയാവുക? അതേ പ്രകാരം തന്നെ ആ ബദരീങ്ങളോട് മഹബ്ബത്തുണ്ടാകുമ്പോൾ, ഒരു വ്യക്തിയോട് നമുക്ക് സ്നേഹവും മഹബ്ബത്തും വർദ്ധിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക? അവർക്ക് വേണ്ടി നമ്മൾ ഖൈറാത്തുകൾ ചെയ്യും, എന്നിട്ട് ഹദിയ ചെയ്യും. ഏതുപോലെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയല്ലോ, മഹദിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ റസൂലിനെ അത്രയും സ്വാധീനിച്ച ഒരു ഭാര്യ ഖദീജ ഉമ്മയേക്കാളേറെ വേറെ പറയാനില്ല. ആ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു, എൻ്റെ ഖദീജു, എൻ്റെ ഖദീജു, ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പോഴല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്, അല്ല നബിയെ, ഖദീജു അല്ലാത്ത ഒരു പെണ്ണും ലോകത്ത് വേറെ ഇല്ലയോ എന്ന് ചോദിക്കേണ്ടി വന്നത്. ഇടക്കിടക്ക് അല്ലാഹുവിന്റെ റസൂൽ ഖദീജ റളിയല്ലാഹു അൻഹയെ പറയുന്നത് കൊണ്ടാണ്. എന്തേ കാരണം? ഖദീജ റളിയല്ലാഹു അൻഹയോട് ഹബീബായ മുത്തുനബിക്ക് വലിയ മഹബ്ബത്തായിരുന്നു. ആ മഹബ്ബത്തിന്റെ അനുരണമാണ് ഖദീജ റളിയല്ലാഹു അൻഹയെ പലപ്പോഴായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതാണ് മുഅ്മിനീങ്ങളാകുന്ന നമ്മളും ചെയ്യുന്നത്. ബദരീങ്ങളോട് നമുക്ക് മഹബ്ബത്തുണ്ട്. ആ മഹബ്ബത്തിന്റെ അനുരണമായി ബദരീങ്ങളെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ആഗ്രഹങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോഴും അല്ലാത്ത സമയങ്ങളിലും ബദരീങ്ങളെ ഇല്ല, അവർ എൻ്റെ മനസ്സിൽ നിന്ന് മാറി നിൽക്കേണ്ടവരല്ല. കാരണം ഞാൻ മുസ്ലിമാണ്, ഞാൻ മുഅ്മിനാണ്. എനിക്ക് ഈമാൻ എന്ന വെളിച്ചം കിട്ടിയതിൻ്റെ കാരണക്കാരിൽ
ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് മഹാന്മാരാകുന്ന ബദരീങ്ങൾ. ബദർ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പടച്ച റബ്ബിനോട് ദുആ ചെയ്തില്ലേ, അള്ളാഹുവേ ഈ കാണുന്ന ചെറു സംഘം ഇവരെങ്ങാനും പരാജയപ്പെട്ടു പോയാൽ ഈ ഭൂമിയുടെ മുകളിൽ നിനക്ക് ഇബാദത്തെടുക്കുവാൻ, നിന്നെ വിളിക്കാൻ, നിന്നെ പറയാൻ, നിനക്ക് ഇബാദത്തെടുക്കാൻ ആരുമുണ്ടാവുകയില്ലല്ലോ എന്നു പറഞ്ഞ ആ മഹാന്മാരുടെ ധീരമായ പടയോട്ടവും പൂർണ്ണമായ സമർപ്പണവും ഉണ്ടായത് കൊണ്ടാണ് അന്തസ്സോടുകൂടെ പരിശുദ്ധമായ ദീന് കൊണ്ട് ആണെന്ന് മുഅ്മിനാണ് ഞാനെന്ന് ആത്മാഭിമാനത്തോടുകൂടെ നമ്മൾ പറയുന്നത്. ഈ വെളിച്ചം നമുക്ക് കിട്ടാൻ കാരണക്കാർ അവരാണ്. അതുകൊണ്ട് ആ ബദരീങ്ങൾ എന്റെ ഖൽബിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സമയമുണ്ടാവരുത്. എപ്പോഴും ബദരീങ്ങളുണ്ട്, എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആ ബദരീങ്ങളെ എന്ന ഒരു വിളി കൈരളീയ മുസ്ലിമീങ്ങളിലെ സർവരുടെയും നാക്കിൻ തുമ്പിൽ അത് നിരന്തരം നിർഗളിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ടാണ്. നമ്മക്കാളേറെ ഈമാനിന്റെ വിഷയത്തിൽ ഒരു പടി ഉയർന്നവരാണ് നമ്മുടെ മുൻഗാമികൾ. വസാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. നമ്മക്കാളേറെ ആത്മാർത്ഥതയിൽ, ഇഖ്ലാസിൽ, സമർപ്പണത്തിൽ, ത്യാഗത്തിൽ, അതേ പ്രകാരം തന്നെ ഇബാദത്തിന്റെ വിഷയത്തിൽ, ഈമാനിന്റെ കാര്യങ്ങളിൽ ഒരു പടി ഉയർന്നവരാണ് നമ്മുടെ മുമ്പേയുള്ള പൂർവികന്മാർ. ആ പൂർവികർ, അവരിൽ നിന്നാണ് ദീന് നമ്മൾ കണ്ടുപഠിച്ചത്. അവർ ചെയ്യുന്നത്, അവർ പറയുന്നത്, അവർ ആചരിക്കുന്നത്, അത് നാം ഇങ്ങനെ തലമുറകളായി കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ചു വന്നതാണ്. ഇതാണ് ദീന്, ഇതാണ് ദീന്. ലൗലൽ അസ്നാദു ലളഅദ്ദീനു. എങ്കിൽ നമ്മുടെ പൂർവികർ അവർ പറഞ്ഞു, ബദരീങ്ങളെ, എപ്പോഴും അവരുടെ ഹൃദയങ്ങളിൽ ബദരീങ്ങളുണ്ട്. എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ അവര് വിളിച്ചു, ബദരീങ്ങളെ, റബ്ബേ, അല്ലാഹുവേ എന്ന് വിളിച്ചാൽ പോരാ എന്ന് നമ്മൾ പറയുന്നില്ല. ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പം? റബ്ബിന് ഇഷ്ടമുള്ളവർ, റബ്ബായത് കൊണ്ടല്ല അവരെ വിളിക്കുന്നത്, ഇലാഹായത് കൊണ്ടല്ല അവരെ വിളിക്കുന്നത്. അതൊക്കെ അവരുടെ ഈ ചിന്തകളൊക്കെ അവനവന്റെ ഹൃദയങ്ങളിലാണ്. ഇവർ അല്ലാഹു പൊരുത്തപ്പെട്ടവരാണ്. അല്ലാഹു പൊരുത്തപ്പെട്ടവരെ ഞാനും പൊരുത്തപ്പെടുന്നു, അല്ലാഹു പൊരുത്തപ്പെട്ടവരെ ഞാനും പൊരുത്തപ്പെടുന്നു. അപ്പോൾ പൊരുത്തമുള്ളവർ, സ്നേഹമുള്ളവർ, മഹബത്തുള്ളവർ അവരെ വിളിക്കുക. ഒരു വിളി ആ വിളി കൊണ്ട് ചോർന്നു പോകുന്നതല്ല മുസ്ലിമീങ്ങളുടെ ഈമാൻ. അല്ലാഹു അവൻ ഏകനാണ്, അവനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇബാദത്തുകളൊക്കെയും അല്ലാഹുവിനും മാത്രമാണ്. വേറെ ഒരാൾക്കും ഒരു ഇബാദത്തും ഇവിടെ അഹ്ലുസുന്ന ചെയ്യുന്നില്ല. പിന്നെ അല്ലാഹു പൊരുത്തപ്പെട്ടവരെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. ആദരവ് ആദരിക്കപ്പെടുന്ന ആളുകൾക്കുള്ള ഇബാദത്തല്ല. ആദരവ് എന്ന് പറയുന്നത് ബദരീങ്ങളെ നമ്മൾ വിളിക്കുമ്പോൾ ആദരവിന്റെ വിളിയാണ്. അവരുടെ അസ്മാഉകൾ നമ്മൾ ഏറ്റുപറയുന്നത് ആദരവ് കൊണ്ട് പറയുകയാണ്. നിങ്ങൾ കാലയവനികക്കുള്ളിൽ മറഞ്ഞു പോകേണ്ടവരല്ല. മുസ്ലിം ഉമ്മത്തിന്റെ നാക്കിൻ തുമ്പിലൂടെ നിരന്തരമായി നിർഗളിക്കേണ്ടവരാണ്. അങ്ങനെ തലമുറകളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടേണ്ടവരാണ്, കൈമാറ്റം ചെയ്യപ്പെടേണ്ടവരാണ്. 1400 വർഷത്തെ പാരമ്പര്യമുള്ള മുസ്ലിം ഉമ്മത്ത് ഇന്നും ബദരീങ്ങളെ നെഞ്ചിലേറ്റിയത് എന്തുകൊണ്ടേ? അതിന്റെ കാരണം ഈ 1400 കൊല്ലത്തുൾ ദീർഘകാലത്ത് ജീവിച്ച നമ്മുടെ പൂർവികരായ മുസ്ലിം ഉമ്മ അവർ ബദരീങ്ങളെ ഏറ്റെടുത്തു, ബദരീങ്ങളെ പറഞ്ഞു, നിരന്തരം പറഞ്ഞു. അത് അവരുടെ തലമുറകൾ, അവരുടെ മക്കള് കേട്ടു. അവർ പറഞ്ഞു, അവർ പറഞ്ഞത് അവരുടെ മക്കള് കേട്ടു. ഇങ്ങനെ നിരന്തരം വന്നു. അങ്ങനെയാണ് നമ്മളും ബദരീങ്ങളെ കേട്ടത്, അങ്ങനെയാണ് നമ്മളും ബദരീങ്ങളെ അറിഞ്ഞത്. അങ്ങനെയാണ് ബദരീങ്ങളോടുള്ള ഒരു മഹബത്ത് നമ്മുടെ ഖൽബിൽ കയറിയത്. ഇടക്കാലത്ത് കാര്യങ്ങൾ യഥോചിതം മനസ്സിലാക്കാനുള്ള ഭാഗ്യവും അവസരവും കിട്ടാത്ത ആളുകൾ
ബദരീങ്ങളെ ഒന്ന് പറയുമ്പോഴേക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈമാൻ പരിചയപ്പെടുത്തിയ ആളുകളുണ്ട്. അവർ തെറ്റിദ്ധരിച്ചു പോയി. റബ്ബേ എന്ന് വിളിക്കുന്നത് പോലെയാണ് ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത് എന്ന് അവർ തെറ്റിദ്ധരിച്ചതാണ്. സാധുക്കളാണ്. അള്ളാഹു അവർക്ക് ഹിദായത്തിന് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റു വഴികളില്ല. ഒരു വിളി, ആ വിളി സ്നേഹത്തിന്റെയും ആദരവിന്റെയും വിളിയാകുമ്പോൾ അത് ഇബാദത്തായി മാറും, അള്ളാഹുവിനുള്ള ഇബാദത്തായി മാറും. അതാ നാം പറഞ്ഞത്, ആദരവ് 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 ആദരിക്കപ്പെടുന്ന ആളുകൾക്കുള്ള ഇബാദത്തല്ല, അവിടെ അള്ളാഹുവിനുള്ള ഒരു ഇബാദത്ത് നടക്കുന്നുണ്ട്. അതേ സമയത്ത് ആദരിക്കപ്പെടുന്നവർക്കുള്ള ഇബാദത്ത് അല്ല ആദരവ് എന്ന് പറയുന്നത്. ആദരവാണ് വേണ്ടത്. ആ ആദരവ് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ആദം അലൈഹിസ്സലാമിനെ ആദരിക്കുവാൻ അല്ലാഹു തആല ഇബ്ലീസിനോട് പറഞ്ഞപ്പോൾ ആ ആദരവ് വകവെച്ചു കൊടുക്കാൻ ഇബ്ലീസിന് മനസ്സുണ്ടായില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് റജീമായി അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആട്ടിവിദൂരത്താക്കപ്പെട്ടവനായി ഇബ്ലീസ് മാറുകയുണ്ടായി. എന്തേ? അവൻ ന്യായമാണ് പറഞ്ഞത്, പക്ഷേ ആദരവിന്റെ മുൻപിൽ ന്യായത്തിന് പ്രസക്തിയില്ല. ആദരവിന്റെ മുൻപിൽ ന്യായത്തിന് പ്രസക്തിയില്ല. പടച്ച റബ്ബ് പറഞ്ഞെടുത്ത് നിൽക്കുക എന്നതാണ് മുഅ്മിനായ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അള്ളാഹുവിന് ഇഷ്ടമുള്ളവരാണ് ബദരീങ്ങൾ. ആ ഇഷ്ടത്തിന്റെ അടയാളമാണ് അവരെ പറയുക എന്നുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, ഇതിന്റെ നേരെ മറിച്ചുള്ള ഒരവസ്ഥയാണ്. ഇടക്കാലത്ത് കടന്നു വന്ന ചില ആളുകൾ, അവർക്ക് ബദരീങ്ങളോട് അലർജി, ബദരീങ്ങളെ വിളിക്കുന്നതിനോട് അലർജി, ബദരീങ്ങളുടെ പേരിൽ മുസ്ലിമീങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയാൽ അവർക്ക് അലർജി, മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടിയെ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു, ആ ഭക്ഷണത്തോട് അവർക്ക് അലർജി, അത് വിതരണം ചെയ്യുന്നതിനോട് അലർജി. ബദരീങ്ങളുടെ ദിവസത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് അന്നും അല്ലാത്ത ദിവസങ്ങളിലും ഒരുമിച്ച് കൂടി ബദരീങ്ങൾ ബദർ രണഭൂമിയിൽ അവർ ചെയ്തിട്ടുള്ള ത്യാഗസന്നദ്ധതയുടെയും അവരുടെ സമർപ്പണത്തിന്റെയും ഏടുകൾ ഇങ്ങനെ മുഅ്മിനീങ്ങൾ പരസ്പരം പറയുന്നത് അവർക്ക് അലർജി. അവരുടെ പേരിൽ ഒരുമിച്ച് കൂടി ഖുർആൻ ഓതി അല്ലാഹുവോട് ദുആ ചെയ്യുന്നതിൽ അവർക്ക് അലർജി. എന്തിനാണ് കൂട്ടരെ ഇതെന്തിനാണ്? ഒരു ആണ്ടിന്റെ പേരിൽ എവിടെയാണ് ശിർക്ക് വരുന്നത്? എവിടെയാണ് കുഫർ വരുന്നത്? ഖുർആൻ ഓതുന്നത് ശിർക്കാണോ? ബദരീങ്ങളുടെ പേരിൽ ഖുർആൻ ഓതുന്നത് ശിർക്കാണോ? ഖുർആൻ ഓതാൻ പാടില്ല എന്ന് വിശുദ്ധ ശരീഅത്ത് നിഷ്കർഷിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. വാഷ്റൂം ഖുർആൻ ഓതാൻ പാടില്ല, വെടിപ്പ് കേടുള്ള സമയം ഖുർആൻ ഓതാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് നേർച്ച നടത്തുമ്പോ, ബദരീങ്ങളുടെ നേർച്ച നടക്കുന്ന സ്ഥലത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതുപോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടു, ആ മരണപ്പെട്ട മുഅ്മിനായ മനുഷ്യന്റെ മയ്യിത്ത് മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഖുർആൻ ഓതരുതേ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഖുർആൻ ഓതുന്നത് തെറ്റാണോ? ഈ മഹാന്മാരാകുന്ന ബദരീങ്ങളും അവരെ വിളിച്ചു, അവരെ പേര് വിളിച്ചു, ഇല്ലേ? നമ്മൾ അതല്ലേ ചെയ്യുന്നത്? വസയ്യിദിന അബൂബക്കർ റളിയല്ലാഹു അൻഹു, വസയ്യിദിന ഉമർ റളിയല്ലാഹു അൻഹു, വസയ്യിദിന അലി റളിയല്ലാഹു അൻഹു, വസയ്യിദിന ഉസ്മാൻ റളിയല്ലാഹു അൻഹു, വസയ്യിദിന അലി റളിയല്ലാഹു അൻഹു, വസയ്യിദിന ത്വൽഹ റളിയല്ലാഹു അൻഹു. ഇല്ലേ? ഞങ്ങളുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നീ റളിയല്ലാഹു അൻഹു അല്ലേ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പേര് പറഞ്ഞ് പിന്തുണ പ്രഖ്യാപിക്കുക. ഇത് ഞങ്ങളെ നേതാവാണ്, ഇവര് ഞങ്ങളെ നേതാവാണ്, ഈ ബദരീങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരാണ്. അവരെ ആവർത്തിച്ചു പറയാം. ഇങ്ങനെ പരിശുദ്ധ ദീനിനു വേണ്ടി ജീവൻ സമർപ്പിക്കാൻ സന്നദ്ധരായ, അല്ലാഹ് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞ ആ മഹാന്മാരുടെ പേരെന്ന് പറഞ്ഞാൽ ഇടിഞ്ഞു തകർന്നു പോകുന്നതാണോ മുസ്ലിമിന്റെ ഈമാൻ? ഇങ്ങനെ തകർന്നു പോകുന്നതാണോ മുഅ്മിനിന്റെ തൗഹീദ്? നമ്മൾ ആലോചിക്കണം. അവരെ പറയുമ്പോൾ കരുത്തു കൂടുന്ന ഈമാനാണ് മുഅ്മിനിന്റെ ഈമാൻ. ബദരീങ്ങളെ പറയുമ്പോ കരുത്താർജിക്കുന്ന ഈമാനാണ് മുഅ്മിനീങ്ങളുടെ ഈമാൻ.
ആ മുഅ്മിനീങ്ങളുടെ ഈമാനിന് കരുത്തു പകരാനാണ് മഹാന്മാരാകുന്ന ബദരീങ്ങളെ പറയുന്നത്, അവരെ അനുസ്മരിക്കുന്നത്, അവരുടെ പേരിൽ നേർച്ചകൾ നടത്തുന്നത്. അതിലൂടെ മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്, മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന ഈമാനികമായ ഒരു പവർ ഉണ്ട്. അവരെ പേര് പറയുമ്പോ തകർന്നു പോകുന്ന ഈമാൻ മുഅ്മിനിന്റെ ഈമാനല്ല, അത് യഥാർത്ഥ ഒറിജിനൽ ഈമാനല്ല. ഒറിജിനൽ ഈമാനുള്ള ആളുകൾക്ക് റസൂലുള്ളാഹിനെ പറയുമ്പോൾ കണ്ണ് വിടരും, അവരുടെ ഹൃദയം വികസിക്കും. ബദരീങ്ങളെ പറയുമ്പോഴേക്ക് അവരുടെ കണ്ണ് വിടരും, ഹൃദയം വികസിക്കും, ഈമാനിന് പവർ വർദ്ധിക്കും. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒറിജിനൽ ഈമാനിന്റെ ആളുകൾ. ആ ഒറിജിനൽ ഈമാനിന്റെ ആളുകളാണ് ബദരീങ്ങൾ എന്ന് കേൾക്കുമ്പോൾ സന്തോഷം വരുന്നത്. അവരാണ് ബദരീങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടുന്നത്. അങ്ങനെ ഒരുമിച്ച് കൂടുന്നത് ശിർക്കാണോ? ഒരുമിച്ച് കൂടി ഭക്ഷണം ഉണ്ടാക്കുന്നത് ശിർക്കാണോ? അത് വിതരണം ചെയ്യുന്നത് ശിർക്കാണോ? ബദരീങ്ങളുടെ മദ്ഹുകൾ പറയുന്നു, ആ മദ്ഹ് പറയുന്നത് ശിർക്കാണോ? എന്തിനെ പിന്നെ ഇത്ര സാഹസപ്പെട്ട് ബദരീങ്ങളെന്ന് പറയുമ്പോൾ അവസ്മാരമിളകുന്നത് ചില ആളുകൾ? സാധുക്കളാണ്, അവരെ പറഞ്ഞു പറ്റിച്ചതാണ്. അല്ലാതെ യഥോചിതം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോയതാണ്. എന്തിനായി മസിൽപിടുത്തം? തെറ്റിപ്പോയി, മനസ്സിലാക്കിയിടത്ത് ചില പാളിച്ചകൾ സംഭവിച്ചു പോയി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സാലിഹീങ്ങളെ മഹബ്ബത്ത് വെക്കുക എന്നതാണ് പടച്ച റബ്ബ് പൊരുത്തപ്പെട്ടതിന്റെ ഒന്നാമത്തെ അടയാളമെങ്കിൽ, ആ സാലിഹീങ്ങളെ ഏറ്റെടുക്കുകയും മഹബ്ബത്ത് വെക്കുകയും ചെയ്യുന്നവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഈ മജ്ലിസിൽ അസ്മാഉൽ ബദർ ചൊല്ലുകയാണ്. ബദരീങ്ങളുടെ പേരുകൾ നമ്മൾ ഇവിടെ പറയാം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖിനെ തരട്ടെ.